വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ്. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ KPCC സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഇന്ന് നിലമ്പൂരിൽ സ്വീകരണം നൽകി. ഇന്ന് രാവിലെ തിരുവാലിയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായി. എടക്കരയിലെ കോടികളുടെ നിക്ഷേപക തട്ടിപ്പിലെ പ്രതിയെ നിലമ്പൂരിലെത്തിച്ച് എടക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടങ്ങിയ വിശദമായ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ KPCC സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അയ്യപ്പ ശാപത്താൽ പിണറായി വിജയന് ചിത്തഭ്രമമെന്ന് K മുരളീധരൻ. ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള നിക്ഷേപക തട്ടിപ്പ്. കൊച്ചിയിൽ പിടിയിലായ പ്രതിയെ എടക്കരയിലെത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ജോഹാൻ ജോർജി ജെയിംസിനെ റിമാൻഡ് ചെയ്തു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം. തിരുവാലിയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം. മരിച്ചത് തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി ജിഷ്ണു. വിശദമായ വാർത്തകളിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ KPCC സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യ സ്വീകരണം നിലമ്പൂരിൽ നൽകി. കാസർഗോഡ് മുതൽ ചെങ്ങന്നൂർ വരെ K മുരളീധരൻ നയിക്കുന്ന ജാഥയാണ് നിലമ്പൂരിൽ എത്തിയത്. നിലമ്പൂർ ടൗണിൽ ജാഥ ക്യാപ്റ്റൻ K മുരളീധരൻ, വൈസ് ക്യാപ്റ്റൻ D സിദ്ദീഖ് MLA എന്നിവരെ തുറന്ന വാഹനത്തിൽ ആനയിച്ചു. കേരള ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയെ ചൂഷണം ചെയ്തവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ മറുപടി നൽകുമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. It is the government should take responsibility and accountability. It is hurting the lakhs of devotees' faith. If within 6 months these people who have done this crime is not behind the bar, we will not leave them, and people of Kerala will not leave them. They will throw this government away on this cause of theft. പരിപാടിയിൽ നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൾ വഹാബ് MP, KPCC വൈസ് പ്രസിഡന്റ് AP അനിൽകുമാർ, DCC പ്രസിഡന്റ് VS ജോയ്, ഇസ്മായിൽ മൂത്തേടം, ജാഥ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് T സിദ്ദീഖ് MLA, മാനേജർ KPCC സെക്രട്ടറി PM നിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് ജാഥ ക്യാപ്റ്റൻ K മുരളീധരൻ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം പ്രഖ്യാപിക്കും വരെ വിഷയത്തിൽ കോൺഗ്രസ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് K മുരളീധരൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ഈ സംവരണം ജോലിക്ക് മാത്രമേ, കക്കാൻ സംവരണം
ആരാണെങ്കിലും കള്ളൻ തന്നെയാണ്. പ്രത്യേകിച്ച് സ്വർണം കെട്ടാൻ കൊള്ളക്കാരൻ. സാധാ കള്ളനല്ല, സ്വർണം കെട്ടുന്നത് ദേവന്റെ സ്വർണം കൊള്ളക്കാരൻ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ പ്രശാന്തനാ സമുദായത്തിലല്ല, അത് നല്ല മുന്നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡ് തിരിച്ചു കൊണ്ടത് CBIയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. മന്ത്രി വാസവൻ രാജിവെക്കുകയും വേണം. കടകംപള്ളിക്കെതിരെ കേസെടുക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ സമരം അവസാനിക്കുള്ളൂ. അതല്ലാതെ എന്ത് കളിച്ചാലും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം മന്ത്രിയുടെയും പൂർണ്ണ അറിവോടെയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം പ്രസിഡന്റുമാരെയും കേസിൽ പ്രതികളാക്കിയുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. യോഗത്തിൽ A. ഗോപിനാഥ് സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് നന്ദിയും പറഞ്ഞു. അയ്യപ്പ ശാപത്താൽ പിണറായി വിജയന് ചിത്തഭ്രമമെന്ന് K. മുരളീധരൻ. ഇനിയൊരു ഭരണം കിട്ടിയാൽ അയ്യപ്പനെ തന്നെ ഇവർ വിഴുങ്ങുമെന്നും മുരളീധരൻ പറഞ്ഞു. നിലമ്പൂരിൽ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുളയിൽ ദേവസ്വം മന്ത്രി ആചാരലംഘനം നടത്തിയതായും മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് വക്കീൽ നോട്ടീസ് അയച്ച കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന് നോട്ടീസ് അയക്കാത്തതെന്നും മുരളീധരൻ ചോദിച്ചു. കാലണ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കിട്ടിയിരിക്കും, ഭാവിയിൽ അന്ന് കിട്ടിയിരിക്കും. പലർക്കും അങ്ങനെ പറ്റിയിട്ടുമുണ്ട്. ചിലരുടെയൊക്കെ കാഴ്ചശക്തി പോയിട്ടുണ്ട്, ചിലരുടെയൊക്കെ കൈകാലുകൾക്ക് ക്ഷണം സംഭവിച്ചിട്ടുണ്ട്, ചിലർക്ക് ചിത്തഭ്രമവും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ മൂപ്പർക്കും ഇത് ബാധിച്ചോ, അയ്യപ്പന്റെ ശാപം കിട്ടിത്തുടങ്ങിയോ സംശയം. എന്താ പറയാൻ കാരണം? 8 അട്ടി വെച്ച പോലെ. അതായത് പൊക്കക്കുറവുള്ളവൻ ഇനി നാളെ അങ്ങനെയുള്ള ഒരു വോട്ട് ചെയ്യും ഈ സർക്കാരിന്. ഞങ്ങളൊക്കെ പൊക്കമില്ലാത്തതെന്ന് വിളിച്ച് ഇവന് ഞാൻ വോട്ട് ചെയ്യും. അപ്പൊ അതാ പറഞ്ഞത്. ഈ മര്യാദയ്ക്കൊരു പോലുള്ള ഒരാളങ്ങനെ പറയില്ല. ഇത് പറയാൻ കാരണം ഈ ശാപം ഏൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ പറയുന്നത് പിണറായി പറഞ്ഞ് ഒരു ടേമും കൂടെ എനിക്ക് വേണമെന്നാ. ഇനി എന്തിന് അയ്യപ്പനെ വിഴുങ്ങാൻ? ഇനി നമ്മൾ മൂന്നാമത് പിണറായി വന്നിട്ട് നമ്മൾ സ്വാമിയെ വിളിച്ച് അയ്യപ്പൻ പറയും ഞാൻ ഇവിടെയാണ് ശിഷ്യ, ഞാൻ ഇയാളുടെ വയറ്റിലാണ് കിടക്കുന്നതെന്ന് പറയും. കാരണം ഇനി വിഗ്രഹം മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടുപോയി. സ്വർണം കൊണ്ടുപോയി. അഷ്ടമി രോഗിയുടെ ദിവസം മതി അവിടെ പോയി. അപ്പോ ദേവസ്വം ഭരണകർത്താക്കൾ പറഞ്ഞു ഭഗവാന് നിവേദിച്ചതിന് ശേഷം ഇല വയ്ക്കും. ഇപ്പോൾ വാസവൻ പറഞ്ഞു എനിക്ക് 12 ആകുമ്പോൾ ഗ്യാസിന്റെ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ആദ്യം എനിക്ക് ഭഗവാന് സൗകര്യം പോലെ കൊടുത്തോളാം. മിനിഞ്ഞാന്ന് തന്ത്രി ആറന്മുള ക്ഷേത്രത്തിലെ തന്ത്രി നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ആചാര ലംഘനത്തിന് പിഴയടയ്ക്കണം. സ്വപ്ന സുരേഷ് പറഞ്ഞു ഈ കടകംപള്ളി മോശക്കാരനൊന്നുമല്ല, ഒരു സംയുക്ത സംരംഭത്തിൽ എന്നെ അദ്ദേഹം ക്ഷണിച്ചതാണ്. പക്ഷേ ആ സ്വപ്ന സുരേഷ് ഇതുവരെ ഒരു മാനനഷ്ടത്തിന്റെ നോട്ടീസ് പോലും അയക്കാൻ കടകംപള്ളിക്ക് ധൈര്യമില്ല. കാരണം അത് ഡയറക്റ്റ് ഏർപ്പാടായിരുന്നു, ഇത് ഇൻഡയറക്റ്റ് ഏർപ്പാടായതുകൊണ്ടാണ് ED സതീശനെതിരെ അയച്ചപ്പോൾ നോട്ടീസ് അയച്ചു. ലാഭം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത് ആഡംബര ജീവിതം. ഉപയോഗിച്ചിരുന്നത് കോടികൾ വിലമതിക്കുന്ന കാറുകൾ, താമസിച്ചിരുന്നത് ലക്ഷങ്ങൾ വാടകയുള്ള ഫ്ളാറ്റുകളിൽ. നിക്ഷേപക തട്ടിപ്പിലെ പ്രതി ജോഹാൻ ജോർജി ജെയിംസിന് പിടികൂടുവാൻ കൊച്ചിയിലെത്തിയ പോലീസ് സംഘം കണ്ടത് ഇതൊക്കെയാണ്. വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ സാധാരണക്കാരുടെ പണം ഉപയോഗിച്ചാണ് പ്രതി ആഡംബര ജീവിതം നയിച്ചിരുന്നത്. NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ മുഖ്യ പ്രതിയെ എടക്കരയിലെത്തിച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ റിമാൻഡ് ചെയ്തു. എടക്കര സ്റ്റേഷനിൽ മാത്രം ലഭിച്ച പരാതികളിൽ 10 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മിക്കവർക്കും നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പണം കൈപ്പറ്റിയിരുന്നത്. ഇതിനായി ഉന്നത ബന്ധമുള്ളവരെ കണ്ടെത്തി ഉയർന്ന ശമ്പളവും ഇൻസെൻറ്റീവും നൽകാമെന്ന ഉറപ്പിൽ മാനേജർമാരായി നിയമിച്ചു. ഇവർ മുഖാന്തിരമാണ് നിക്ഷേപകരെ കണ്ടെത്തുകയും പണം സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും പലരും മാനേജർമാരുടെ ഉറപ്പിന്മേലാണ് പണം കൈമാറിയത്. കോടികളാണ് ചുങ്കത്ര ബ്രാഞ്ച് മാനേജറായിരുന്ന മാത്യു CA വാങ്ങിയിരുന്നത്.
ഇതിൽ ഭൂരിഭാഗവും ബന്ധുക്കളുടേത് തന്നെയായിരുന്നു. ഇവരെല്ലാം നൽകിയ പരാതികളിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിക്ഷേപകർ കൂട്ടത്തോടെ പണം ആവശ്യപ്പെട്ട് എത്തിത്തുടങ്ങിയതോടെ ജോഹാൻ ജോർജി കേരളം വിട്ട് മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. കേസിലെ കൂട്ടുപ്രതികളായ ജോഹാന്റെ പിതാവ് അടക്കമുള്ളവർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ കൊച്ചിയിലെ ആസ്ഥാനവും ആഡംബര വീടും പൂട്ടിക്കിടക്കുകയായിരുന്നു. മാസങ്ങളായി നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ജോഹാനെ പോലീസ് പിടികൂടുന്നത്. കേരളത്തിൽ 100-ലധികം ബ്രാഞ്ചുകളിലായി നടന്നത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത്. എടക്കര സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം SP കെ വിശ്വനാഥിൻ്റെ നിർദ്ദേശപ്രകാരം DYSP സാജു കെ എബ്രഹാമിൻ്റെ മേൽനോട്ടത്തിൽ എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ, SI അസൈനാർ, സതീഷ് കുമാർ, ASI ഷീജ, SCPO അനൂപ്, CPO നജ്മുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. തട്ടിപ്പുകൾ അങ്ങനെ പല വിധത്തിലുണ്ട്. തട്ടിപ്പിന് അങ്ങനെ കാലഭേദങ്ങളൊന്നുമില്ല. എല്ലാ കാലത്തും ഓരോ തരം തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ രീതികളിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലാഭം വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ നിക്ഷേപത്തിന് വലിയ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും ഇങ്ങനെ വലിയ സംഖ്യകൾ നിക്ഷേപിപ്പിക്കുന്നതും പിന്നീട് ആ സംഖ്യകൾ അവർ മറ്റ് രീതിയിൽ വിനിയോഗിക്കുകയും സ്ഥാപനം പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇപ്പോൾ ഈ ഒരു രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുമ്പോൾ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പോലും ആ സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരെയും അവരുടെ പശ്ചാത്തലമൊക്കെ കൃത്യമായി അറിഞ്ഞ് നേരിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി നിക്ഷേപിക്കുന്നതാകും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും മികച്ച ഒരു മാർഗം. ഇനിയൊരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ് യുവാവിന് ദാരുണാന്ത്യം. തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മന്തോടി ജിഷ്ണുവാണ് മരിച്ചത്. ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയ ഒരു അപകടമായിരുന്നു. തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറി കട നടത്തുന്ന കൃഷ്ണൻ്റെയും ഗ്രാമപഞ്ചായത്ത് ആശാപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു. തിരുവാലി അങ്ങാടിക്ക് സമീപം രാവിലെ 9:30 അപകടമുണ്ടായത്. സ്കൂട്ടറിൽ ടൗണിലേക്ക് വരികയായിരുന്ന ജിഷ്ണു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണതായാണ് പറയുന്നത്. വണ്ടൂർ ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന പക്കീസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തെറിച്ചു വീണ ജിഷ്ണുവിനെയും കൊണ്ട് ബസ് 50 അടിയോളം മുന്നോട്ട് നീങ്ങി. എടവണ്ണ പോലീസും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ വികസന സദസ്സ് വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. അവനവന്റെ ജീവിതം തന്നെയാണ് സാക്ഷ്യപ്പെടുത്തൽ എന്നാണ് കേരളത്തിലെ 4 കോടിയോളം വരുന്ന മനുഷ്യർ പറയുന്നത്. മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സ്വന്തം ജീവിതത്തിലും അടുത്ത തലമുറയുടെ മക്കളുടെയോ പേരമക്കളുടെയോ ഒക്കെ ജീവിതത്തിലും കണ്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ഒരു നാട് പുരോഗമിക്കുന്നത് എന്ന്. പുരോഗതിയുടെ അടിസ്ഥാനം നല്ലതിലേക്കുള്ള മാറ്റമാണ്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം, ആളുകളുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം, നമ്മുടെ പൊതുജന ജീവിത നിലവാരത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം, ഒരുപക്ഷെ സർക്കാർ എന്തൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് സാധാരണഗതിയിൽ ഉത്തരം കണ്ടെത്തിയതിനും അപ്പുറമായി സർക്കാരിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വികസനത്തെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി മെയ്ദിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തിരുവാലി പഞ്ചായത്തിൽ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച 520 കുടുംബങ്ങൾക്കും വീട് നൽകി. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കിയതുമൂലം 6000 കുടുംബങ്ങൾക്ക് ജലവിതരണ കണക്ഷൻ നൽകുവാനും സാധിച്ചെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. ചടങ്ങിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന 10 പഞ്ചായത്തുകളിൽ ഒന്നായ ഹരിതകർമ്മസേന അംഗങ്ങളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വികസന സദസ്സിൽ RP NK കവിത, മുൻ MLA N കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A കോമളവല്ലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C സുലോചന, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M മോഹൻദാസ്, അഡ്വക്കേറ്റ് P ഷീനാരാജൻ, വ്യവസായി ഡോക്ടർ ജോർജ് ജേക്കബ്, വർഗീസ് എബ്രഹാം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം P സബീർ ബാബു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PA മുഹമ്മദ്,
നന്ദിയും പറഞ്ഞു. സദസ്സിൽ മുൻ ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബശ്രീ ആശാപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ അടക്കം നിരവധി പേർ പങ്കെടുത്തു. പോരൂരിൽ നടന്നുവന്ന വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ 1022 പോയിന്റോടെ അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. 661 പോയിന്റോടെ വണ്ടൂർ VMC ആണ് രണ്ടാം സ്ഥാനത്ത്. 616 പോയിന്റോടെ HSS പാറൽ മമ്പാട്ടുമുല മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറുകോട് KMMM AUP സ്കൂളിലും റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലുമായി 3 ദിവസങ്ങളിലായാണ് മേള നടന്നത്. അവസാന ദിവസം 6:30യോടെയാണ് സമാപന ചടങ്ങ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP സക്കീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B ശിവശങ്കരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കാലടി, PK ഭാഗ്യലക്ഷ്മി, P അൻവർ, P ശങ്കരനാരായണൻ, P സുലൈഖ, DO V അനിത, AEO K പ്രേമാനന്ദ്, BPC ഷൈജി T മാത്യു, HM ഫോറം കൺവീനർ CK ജയരാജ്, KMM AUPS HM M മുജീബ് റഹ്മാൻ, GHSS പോരൂർ HM PK ഗീത, പ്രിൻസിപ്പൽ KP സുനിൽ, PTA പ്രസിഡന്റുമാരായ ഫൈസൽ പട്ടേൽ, K ഷമീർ, SMC ചെയർമാൻ A ഉണ്ണികൃഷ്ണൻ, MTA പ്രസിഡന്റ് MK സജന, TP ഷംസുദ്ദീൻ, UC ശ്രീകുമാർ, ശ്രീകല, P ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രോഗികൾക്ക് സഹായധനം വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണെന്നും ഇടത് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ടവർക്ക് നൽകിയതെന്നും 2010-15 കാലഘട്ടങ്ങളിൽ പദ്ധതിക്കായി കണ്ടെത്തിയ പണം വകമാറ്റി ചെലവഴിച്ചതായും അംഗങ്ങൾ ആരോപിച്ചു. ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ ദുരിതാശ്വാസ നിധി നടപ്പിലാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അവസാന ഘട്ടത്തിലാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടാണെന്നും പഞ്ചായത്ത് അംഗം അരിമ്പ്ര മോഹനൻ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം 2010-15 കാലഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ഫണ്ട് എന്ന രീതിയിൽ കുടുംബശ്രീ, അതേമാതിരി ആശാവർക്കർമാർ എല്ലാ മേഖലയിലും നടന്ന് പിരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് ഒരു ദുരിതാശ്വാസ നിധി കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ പദ്ധതി അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ 14 ആൾക്ക് വിതരണം ചെയ്തിട്ടുള്ള, അതായത് ഡയാലിസിസ് ചെയ്യുന്ന 14 രോഗികൾക്കാണ് ഇന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിതരണം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുകയുണ്ടായി, ഈ ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ എല്ലാ അർഹതപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് ഇന്നിപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. 9 വർഷത്തോളമായി പ്രവൃത്തി പൂർത്തീകരിച്ച ബഡ്സ് സ്കൂൾ ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടും കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഈ മാസം 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനമായെങ്കിലും ഇതുവരെ സ്കൂൾ തുറന്നുകൊടുക്കുവാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നും ഈ മാസം തന്നെ ബഡ്സ് സ്കൂൾ തുറന്നുകൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി CPM രംഗത്തിറങ്ങുമെന്നും മെമ്പർ C സ്വാമിദാസനും പറഞ്ഞു. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും എത്തേണ്ടതും എത്തിക്കേണ്ടതുമാണ്. എല്ലാ വാർഡിലെയും ആശാവർക്കർമാരെയും കുടുംബശ്രീയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനുള്ള ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഇടതുപക്ഷത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അപ്പോൾ വ്യക്തമായും ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി. ഒരു 10-20 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷനിലേക്ക് പോകാൻ. മൊബൈൽ മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. വഴിക്കടവ് പൂവത്തിപ്പോയിൽ താമസിച്ചു വരുന്ന ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധൻജയൻ ദാസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരൻ മൊബൈൽ ഫോൺ റൂമിന്റെ ജനലിൽ വെച്ച് ജനൽ തുറന്നിട്ട് ഉറങ്ങുകയും രാവിലെ ഫോൺ കാണാതെ വന്നപ്പോൾ വഴിക്കടവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണമാണെന്ന് വ്യക്തമായത്. തുടർന്ന് വഴിക്കടവ്, എടക്കര, നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും 30ഓളം CCTVകളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. മോഷണം നടത്തിയ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു.
ഇയാൾക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് ഉപയോഗിച്ചതിനും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും കേസുകൾ നിലവിലുള്ളതാണ്. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനി ജോൺ, ഹരിപ്രസാദ്, വിനീഷ് മാന്തൊടി, ഗീത എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹായ്, ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ NSTC സർട്ടിഫിക്കേഷൻ നൽകുന്ന VLCC നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. ഇന്നും എന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി. നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട്. ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി, സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ്, ഹെയർ ടെക്നോളജി, മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന 2 മാസം മുതൽ 1.5 വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ NSDC അംഗീകാരവും ഉണ്ട്. അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട്. കൂടാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും VLCC പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത്. ഇനി അടുത്തത് നിങ്ങളാവാം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം. 10,000-ന് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിംഗിന് 1 ഗ്രാം 916 സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ, ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുന്നു. കർഷകരിലും വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും കാർഷിക വിജ്ഞാന പൊലിമ തീർത്ത് കാളികാവിലെ ഹരിതം കിസാൻ മേള സമാപിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതം കിസാൻ മേള സംഘടിപ്പിച്ചത്. 2 ദിവസമായി നടന്ന പരിപാടി കർഷകർക്കും നാട്ടുകാർക്കും ഒരു വ്യത്യസ്തമായ അനുഭവമായി മാറി.
2 ദിവസങ്ങളിലായി നടന്ന മേളയുടെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷയായിരുന്നു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ്, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ലത്തീഫ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റഫീഖ മറ്റത്തൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീജ ടീച്ചർ, അംഗങ്ങളായ സിബി വർഗീസ്, രാജൻ, ശൈലേഷ് എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധ എസ് സ്വാഗതവും കാളികാവ് കൃഷി ഓഫീസർ സമീർ VM നന്ദിയും പറഞ്ഞു. മേളയിൽ നടന്ന കാർഷിക സെമിനാറിൽ ഭക്ഷ്യസംസ്കരണം എന്ന വിഷയത്തിൽ വണ്ടൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ജസീല ഷുക്കൂർ ക്ലാസ് എടുത്തു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. മേളയിൽ ഒരുക്കിയ സസ്യാരോഗ്യ ക്ലിനിക്കിൽ രോഗകീടബാധയുടെ ലക്ഷണങ്ങൾക്കുള്ള വിവിധ സസ്യഭാഗങ്ങളുമായി ക്ലിനിക്കിലെത്തിയ ധാരാളം കർഷകർക്ക് ഉടനടി പ്രതിവിധി നിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. കർഷകർ കൊണ്ടുവന്ന സസ്യഭാഗങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചും കർഷകരോട് രോഗകീടബാധ സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും വിദഗ്ധർ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകി. തുവ്വൂർ കൃഷി ഓഫീസർ വൈശാഖൻ MV, ചോക്കാട് കൃഷി ഓഫീസർ പ്രവീൺ NM, അമരമ്പലം പെസ്റ്റ് സ്കൗട്ട് ബിജു P മേനോൻ എന്നിവരാണ് സസ്യാരോഗ്യ ക്ലിനിക്കിൽ വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകിയത്. 2 ദിവസത്തെ മേളയിൽ 250-ലധികം കർഷകർ സസ്യാരോഗ്യ ക്ലിനിക്കിന്റെ സേവനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതായി കാളികാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധ S പറഞ്ഞു. തെങ്ങ്, കമുക്, വാഴ, പച്ചക്കറി, ഫലവർഗ്ഗങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങി വിവിധ വിളകളിലെ രോഗകീടബാധകൾക്ക് ജൈവിക നിയന്ത്രണ മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത്. രൂക്ഷമായ കീടരോഗ പ്രശ്നങ്ങൾക്ക് രാസമരുന്നുകളും നിർദ്ദേശിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി K ജയൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK റംലത്ത്, ബ്ലോക്ക് മെമ്പർ ഷെരീഫ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരിസ് B വേണുഗോപാൽ, അലി അക്ബർ KP, രവീന്ദ്രൻ വെള്ളയങ്ങാട്ട്, P ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ മിനി സുരേഷ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി K സന്തോഷ് ബാബു, മെമ്പർമാരായ മിനി, ഹസീന, സൗമ്യ കൃഷ്ണൻകുട്ടി, ലീലാമ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ B ശിവദാസൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി തദ്ദേശ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഓപ്പൺ ഫോറം ചർച്ചയും വിവിധ മേഖലകളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് J രാധാകൃഷ്ണൻ മാസ്റ്റർ, KN ചന്ദ്രൻ, നിഷ KR, മജീദ് മാസ്റ്റർ, P ബാലകൃഷ്ണൻ, ഷൈല KP, SC പ്രൊമോട്ടർ രാംദാസ്, സുനിൽ തുടങ്ങിയവർ വിഷയങ്ങളും അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച സേവനം നൽകുന്ന പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മെമ്പർ ഹസീന നന്ദി പറഞ്ഞു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ജീവിതോത്സവം 2025 സമാപനമായി. അനുദിനം കരുത്തേകാം കരുതലേകാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 21 വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ NSS നടപ്പിലാക്കുന്ന 21 ദിന ചലഞ്ചാണ് ജീവിതോത്സവം 2025. സെപ്റ്റംബർ 24 തുടക്കം കുറിച്ച ക്യാമ്പയിനിൽ അറിയാം രാജ്യത്തിന്റെ ഭരണഘടന, അറിഞ്ഞും പറഞ്ഞും അതിജീവന കഥകൾ, ഏകദിന ഡിജിറ്റൽ ഉപവാസം, ലഹരി വിരുദ്ധ ചിത്രമതിൽ, മധുര മനോഹര ലോകത്തിനായി ഞങ്ങളുണ്ട്, വയോജനങ്ങൾക്കായി ഒരുക്കാം ആഹ്ലാദ ചുവടുകൾ, പുസ്തകത്തിന്റെ ആത്മാവ് തേടി തുടങ്ങിയ 21 പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് PTA പ്രസിഡന്റ് PB സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രദീപ് ബാബു, പ്രോഗ്രാം ഓഫീസർ L ബിജുമോൻ, PTA വൈസ് പ്രസിഡന്റ് C പ്രദീപ്, വളണ്ടിയർ തീർത്ഥ, നദ പർവീൻ, നിത ഷെറിൻ എന്നിവർ സംസാരിച്ചു. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ KPCC സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അയ്യപ്പ ശാപത്താൽ പിണറായി വിജയന് ചിത്തഭ്രമമെന്ന് K മുരളീധരൻ. ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള നിക്ഷേപക തട്ടിപ്പ്. കൊച്ചിയിൽ പിടിയിലായ പ്രതിയെ എടക്കരയിലെത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ജോഹാൻ ജോർജി ജെയിംസിനെ റിമാൻഡ് ചെയ്തു.
നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം. തിരുവാലിയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം. മരിച്ചത് തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി ജിഷ്ണു. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. 1TV ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30-നും രാത്രി 10 മണിക്കും. പുനഃസംരക്ഷണം രാവിലെ 8:30-ന്. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ്. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.